നല്ല വെയിലുള്ള സമയം 1 മണി 1:30 മണിക്ക് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒസാമ കണ്ടുപോയി എന്നെ നടക്കുന്നത്. ഒസാമ എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. അപ്പോൾ ഒസാമ കണ്ടിട്ട് പിന്നെ എന്നെ നടക്കാനും വിടുന്നില്ല, വെയിലത്ത് നിൽക്കാനും വിടുന്നില്ല. കാറിൽ കയറണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് എന്നെയും പിടിച്ച് കാറിൽ കയറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അതേപോലെ ഫാരിസിൻ്റെ എന്നെ കൂട്ടാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പാവം ഫാരിസ് എന്നെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഒസാമ തിരിച്ച് കൊണ്ടാക്കിയതിന് പകരം നമ്മൾ അന്ന് എന്തെന്ന് പറയണ്ടേ, എന്താ പറയണ്ടേ, ഫാരിസ് എന്നെ കൂട്ടാൻ വന്നിട്ട് പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു റൗണ്ട് എടുക്കാൻ പോകുന്ന. അങ്ങനൊന്നും നമ്മൾ തളരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ തളരൂലല്ലേ ഫാരിസ്? അതാണ്. അപ്പം ഇതാണ് ഫാരിസ് കേട്ടാ, പരിചയപ്പെടുത്തി തരാം. ഫാരിസ് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ മോനാണ്. എനിക്ക് മാസ്കും ഹെൽമെറ്റൊന്നും ഇല്ല മോനെ. എന്നാൽ പിന്നെ രണ്ടും എടുത്തിട്ടോ, ഹെൽമെറ്റും ഇട്ടോ. പോലീസ് ഉണ്ട് എല്ലാ ഭാഗത്തും. വോട്ടായതുകൊണ്ട് കംപ്ലീറ്റ് പോലീസ് ഉണ്ട്. അപ്പോൾ മാസ്ക് എല്ലാം ഇട്ടിട്ട് വരട്ടെ ഒന്ന്, എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാം. ഓക്കെ. അതാ വീണ്ടും നിന്നുപോയി. നല്ല എൻ്റെ കയ്യിൽ ഫോണുണ്ട്, മെല്ലപ്പോ. അങ്ങനെ നമ്മൾ മെല്ലപ്പോ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. മെല്ലപ്പോണായ മനസ്സിലായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ബൈക്കിൽ പോകുന്നത്. ഞാനും എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കുറേ കൊല്ലമായി ബൈക്കിൽ കയറിയിട്ടില്ല, പിന്നെ ഇപ്പം കയറുന്നത്. മാത്രമല്ല എനിക്ക് ബൈക്കിൽ പോകാൻ ഭയങ്കര പേടിയാണ്. കുറച്ച് കൊല്ലം മുന്നേ എല്ലാം ഞാൻ സ്കൂട്ടറിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമെല്ലാം വീണ പരിചയത്തിലായിരിക്കാം ഇത്ര പേടി, എന്താണെന്നറിയില്ല. എനിക്ക് പോകുന്ന മാത്രമല്ല വേറെ ആൾ പോകുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ആരെങ്കിലും മക്കളെല്ലാം കൊണ്ട് ബൈക്കിൽ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു കേസാണ്. പ്രത്യേകിച്ചിട്ട് ഈ ബൈക്കിന് വല്ലാണ്ട് സൗണ്ടും ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ പേടി ഇല്ലാണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വഴിയെല്ലാം. എന്നാലും സാരമില്ല, ഇത് ബൈക്കിലാണ്, അന്ന് പോയത് കാറിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറ, ബൈക്കിൻ്റെ അഭിപ്രായം പറ. എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ആഗ്രഹിച്ചിട്ട് നവാസ് വാങ്ങിയതാണ്. അതുകൊണ്ട് ഫേവറേറ്റ് ബൈക്കാ പോലും. പക്ഷേങ്കിൽ എനിക്ക് പേടിയാണ്. ഞാനങ്ങനെ എപ്പോഴും ബൈക്കിൽ പോകുന്ന ഒരാളേ അല്ല. ഒറ്റക്കാണെങ്കിൽ കുറച്ചും കൂടി ധൈര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നും. മക്കളെ കൊണ്ട് എനിക്ക് തോന്നുന്നേ ഇല്ല ഞാൻ പോകുന്നുള്ളത്. എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈഡ്. എന്തായാലും ഫാരിസിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ഓരോ ടേണിങ്ങിലും എനിക്ക് പേടിയുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് സെൽഫി എടുക്കണം എന്നെല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ ക്യാമറിനെ കൊണ്ട് കളിക്കാനുള്ള അത്ര ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയാലും ഞാൻ ഇൻഷാല്ലാ ബൈക്കിലെല്ലാം പോകുമ്പോഴുള്ള വീഡിയോസെല്ലാം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ബൈക്കല്ല സ്കൂട്ടർ
ഏ കാലിലെത്തുന്നില്ല കേട്ടോ. നല്ല നല്ല വിടണോ? ആഹാ നോക്കി നോക്കി ചവിട്ടിയ പോരെ. അപ്പൊ എന്തായാലും ഞാനൊരു ദിവസം പഠിക്കുന്നതായിരിക്കും. കുട്ടികളെല്ലാം ഉണ്ട്, കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ളൂ. പോലീസുകാർ പിടിക്കുന്ന ഹെൽമെറ്റിടേക്കാണ് കുട്ടികൾ പേടിപ്പിക്കുന്നു. മെല്ലെ കൂടെ മാറിപ്പോയതാ, ക്ലച്ച് മാറിപ്പോയതാ. ഓടി. അപ്പൊ ഈ വ്ളോഗ് ഇന്ന് തന്നെ ഇടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പാടില്ല. അല്ല മച്ച, ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി.